പ്രൈസ് ദി ലോർഡ്. ആദ്യത്താനത്തുള്ള എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്രകാരം നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടെ പറയുവാൻ തക്കവണ്ണം ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജെപേസ് ആണ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് എനിക്ക് നൽകി തന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു, ഈ ആഴ്ച ഞങ്ങൾക്കിവിടെ ഉപവാസ പ്രാർത്ഥനയും മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ രാമപകൽ നടക്കുന്നത് കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. അതിനുശേഷം ഞായറാഴ്ച ഞങ്ങൾക്ക് സ്നാനമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്രകാരം ഒരു റെക്കോർഡിങ് ഞങ്ങൾ ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി നടക്കുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കുകയും ഉയർന്ന നിലവാരം പുലർത്തുകയും ചെയ്യുന്നത് കാണുവാൻ കേൾക്കുവാനൊക്കെ സഹായിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. പിയുടെ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹമായി നടക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് യുവാക്കന്മാരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവിടെ ഉപയോഗിക്കട്ടെ. വിശേഷാല സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. പരസ്യയോഗങ്ങളും മറ്റിതര സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യുവാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ യുവാക്കന്മാർക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിശേഷാല് ഡാഡിയും മമ്മിയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്കൂടെ അവിടെ ആയിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഈ സമയത്ത് അവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൊടുത്ത എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയിലുള്ളതായ ദേവദാസന്മാർക്കായി സ്തോത്രം, ദേവദാസന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മാത്തുകുട്ടിച്ചായനെ, സോമിച്ചായനെ, കമ്മിറ്റി അംഗങ്ങളെ, ചർച്ചയിലുള്ള ഓരോ കുടുംബങ്ങളെയും ഞാൻ വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. കർത്താവ് പുതുവത്സരം നമ്മൾക്ക് പുതിയ അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യട്ടെ. കർത്താവിന് അവർ താമസിക്കുന്നെങ്കിൽ വരുന്ന വർഷം നിങ്ങളെല്ലാം മുഖാമുഖമായി കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഈ പ്രാവശ്യത്തെ സൺഡേ സ്കൂൾ PAP ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അയക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദിസ് ഇസ് ആക്ച്വലി മൈ സെക്കൻഡ് ടൈം. ലാസ്റ്റ് ടൈം ഇതുപോലെ ചെയ്യാൻ പറ്റിയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, കുറച്ച് വർഷങ്ങൾ മുന്നേ ഞാൻ ഇതുപോലെ നമ്മുടെ പുറത്തുള്ള അച്ഛന്മാർക്കും ചേച്ചിമാർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടൊരു ഫെലിസിറ്റേഷൻ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ആൻഡ് ഇയേഴ്സ് ലേറ്റർ ഐ ഗെറ്റ് ദ സെയിം മെസ്സേജ്. ജബേസ് അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ് ദ നെക്സ്റ്റ് ജനറേഷൻ ഇസ് ഡൂയിങ് ദ സെയിം. ഡിസംബർ എന്ന് പറയുമ്പം ഇറ്റ് വാസ് റിസർവ്ഡ് ഫോർ സൺഡേ സ്കൂൾ ആൻഡ് PAP ആനിവേഴ്സറി. അത് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ പ്ലാൻസും. സ്കൂൾ അടയ്ക്കുന്നു, കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുന്നു, ആൻഡ് ദെൻ സൺഡേ സ്കൂൾ PAP ആനിവേഴ്സറി. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഞങ്ങൾ ആരും ഇപ്പോൾ ഒരുമിച്ചല്ല, എല്ലാവരും പല സ്ഥലത്താണ്. ബട്ട് അതെല്ലാം നമ്മൾ ഓർക്കുന്ന നല്ല മെമ്മറീസ്. സോ നിങ്ങളുടെ ഇന്നത്തെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ടൈം വിൽ ബിക്കം യുവർ ഫോണ്ട് മെമ്മറീസ് സം ഡേ. സോ ഹാവ് എ ഗുഡ് ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ and wishing all a very happy Sunday School and PAP anniversary. Thank you. Hello everyone. Happy New Year. God bless you. ഞങ്ങൾ ഇവിടെ ആണെങ്കിലും ഞങ്ങളുടെ ഹൃദയം മാഞ്ഞുത്താനത്താണ് കേട്ടോ. So very very advanced happy New Year from all of us. Anna? And Merry Christmas from all of you, for all of you. We hope you have a wonderful day. God bless you all. God bless you all. We miss you. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. ഹലോ എവരി വൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. സുഖമാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്തുവാ ശരിക്കും പറഞ്ഞാൽ UK വന്നിട്ട്, മാഞ്ചസ്റ്ററിൽ വന്നിട്ട് ഇപ്പം ഈ ഡിസംബർ 13 ആയപ്പോഴത്തേന് പ്രോപ്പറായിട്ട് 3 മാസം കംപ്ലീറ്റ് ആയി. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വേറെ എനിക്ക് അങ്ങനെ വലുതായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെയും ഫ്രണ്ട്സിനെ കിട്ടി, ഇവിടെ എനിക്ക് ചർച്ച് കിട്ടി, ഇവിടെ എനിക്ക് നല്ലൊരു കൂട്ടായ്മ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മോറോവർ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു PAP, നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു കൂട്ടായ്മ, ആ ഒരു ഫെലോഷിപ്പ് ഒന്നും എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ
ആ ഒരു പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്പ് അതൊക്കെ എവിടെ കിട്ടുമെന്നുള്ളതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ആനിവേഴ്സറി ഒക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ഐ മീൻ അതിനാണല്ലോ ഞാൻ വീഡിയോ അയക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞാൻ നിഷ ചേച്ചിയോടാണേലും ജബേസിനോടാണേലും ഏബലിനോടാണേലും ഇവരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് സ്റ്റിൽ അവേ ഫ്രം ഹോം ബട്ട് സ്റ്റിൽ ഫീൽസ് ലൈക്ക് ഐ എം അറ്റ് ഹോം. എനിക്ക് ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ലൈക്ക് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ഇത്രയും ദൂരെ വന്നു. ഐ മീൻ ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ഐ എം വിത്ത് യു പീപ്പിൾ. അപ്പം ഞാൻ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൊച്ചു ഫ്രണ്ട്സ് ആണെങ്കിലും കൊച്ചു പിള്ളേരാണെങ്കിലും എൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും അച്ഛച്ചന്മാരും ചേച്ചിമാരും അങ്കിൾമാരും ആൻറ്റിമാരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും പാസ്റ്റർ അങ്കിൾ ഫാമിലി എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരെയും മിസ് ചെയ്യാറുണ്ട്. പിന്നെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും VIP-യും ഇവിടത്തെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു ലെവൽ എത്താൻ വേണ്ടി എന്തുവാ എത്തത്തില്ല ആരും. ബിക്കോസ് നമ്മുടെ ആ ഒരു ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുവാണ്. ബിക്കോസ് ലൈക്ക് നമ്മുടെ ആ ഒരു വൈബ് അതൊന്ന് മാച്ച് ആകണമെങ്കിൽ അത് നമ്മൾ തന്നെ ഒരുമിച്ചൊന്ന് കൂടിയാലേ എനിക്ക് അതൊരു കിട്ടത്തുള്ളൂ. അപ്പൊ അതെനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ബട്ട് ആസ് ഓഫ് നൗ ഞാനിവിടെ ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. പഠിത്തമൊക്കെ ഏറ്റവും നല്ലതായിട്ട് പോകുന്നു. അപ്പം PIP ജബ്ബേസ് അവിടെ പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എല്ലാം യങ്സ്റ്റേഴ്സും എല്ലാ അച്ഛച്ചന്മാരും ചേച്ചിമാരും ഒക്കെ അതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പം ഈ PIP ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് വളർന്നു വരാനും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാനും PIPക്ക് എൻ്റെ എന്താ ഹാർട്ട് ഫെൽറ്റ് വിഷസ്. ഐ മീൻ ഐ വിൽ ബി ഓൾവേസ് എ ഗ്രേറ്റ് സപ്പോർട്ടർ ഫോർ യു. ഞാൻ എത്ര ദൂരെ ആയാലും എന്ത് ഹെൽപ്പ് വേണേലും എന്തൊരു സോർട്ട് ഓഫ് ഹെൽപ്പ് വേണേലും എന്നോട് ചോദിക്കാം. ലൈക്ക് ഞാനത് എല്ലാം ചെയ്യുമെന്നുള്ളത് അല്ലെങ്കിൽ ഒരു നോട്ട് ദാറ്റ് വെൽ സഫീഷ്യൻറ്റ് ഇനഫ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഐ വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. ബിക്കോസ് അനിൽ താനം വിൽ ബി ദ ഫസ്റ്റ് പ്ലേസ് ഇൻ മൈ ഹാർട്ട്. ഞാൻ ഇനി എവിടൊക്കെ പോയാലും ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയാലും അനിൽ താനവും അനിൽ താനത്തെ ആൾക്കാരും അവരൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടത്. ബിക്കോസ് കഴിഞ്ഞ ടാലന്റ് ടെസ്റ്റ് ഒക്കെ നിങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും വീഡിയോസും പിക്സും നമ്മുടെ ട്രോഫി എല്ലാം ഞാൻ കണ്ടു. ശരിക്കും സത്യം പറയാൻ നല്ല വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ജബേസിനെ വിളിച്ച് ചോദിക്കുന്നതും PIP കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ കമ്മിറ്റി മെമ്പേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നതും എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, പോയിന്റ്സ് എങ്ങനെയുണ്ട്, നമ്മൾ ജയിക്കുവോ ഇല്ലയോ. അപ്പൊ നമുക്ക് കിട്ടാതെ പോയതിന് എനിക്ക് അല്പം ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഐ ട്രസ്റ്റ് യു പീപ്പിൾ. അടുത്ത പ്രാവശ്യം ഇച്ചിരിയും കൂടെ നല്ലതായിട്ട് അതിലേക്ക് നമ്മൾ കയറി വരുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ചർച്ച് മെമ്പേഴ്സിനും എൻ്റെ ഹാർട്ട് ഫെൽറ്റ് ലവ് ഞാൻ അങ്ങോട്ട് അയക്കുന്നു. ലൈക്ക് മൈ റിഗാർഡ്സ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ ആയിരിക്കുമ്പോൾ. ദൈവ വഴിയിലും സ്പിരിച്വൽ ലൈഫിലും അതുപോലെ തന്നെ എൻ്റെ അക്കാഡമിക് ലൈഫിലും ഏറ്റവും നല്ലതായിട്ട് പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഐ വിൽ ബി ഓൾവേസ് എ ഗ്രേറ്റ് സപ്പോർട്ടർ ഫോർ യു ഗൈസ്. അപ്പം നിങ്ങൾ നല്ലതായിട്ട് ചെയ്യുക. നമ്മുടെ PIP എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ആ PIP തിരുവല്ല സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ്ങസ്റ്റ് പില്ലറാണ് നമ്മുടെ PIP. അപ്പം അത് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് വളർന്നു വരാൻ ദൈവം സഹായിക്കട്ടെ. പിന്നെ എൻ്റെ യങ് കിഡ്സ് ഇപ്പോൾ വളർന്നു വരുന്ന യങ് പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് ലൈക്ക് 22, 23 ഏജ് ആകാൻ പോവുകയാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ പേരൻസ് PIPയിൽ ഞങ്ങളെ ചേർപ്പിച്ചുകൊണ്ടും ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സിന്റെ സപ്പോർട്ടും ഗൈഡൻസും പാസ്റ്റേഴ്സിന്റെ സപ്പോർട്ടും സൺഡേ സ്കൂളിൽ കൂടെ വളർന്നു വന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു അപ്ബ്രിങ്ങിങ് അതൊക്കെയാണ് ഇപ്പം ഞങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ലൈഫിൽ ഈ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലും ഒക്കെ നമ്മുടെ രാജ്യം വിട്ട് വേറൊരു സ്ഥലത്ത് പോയാലും ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എപ്പോഴും നിൽക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുവാൻ വേണ്ടി അതിനെല്ലാം നമുക്കൊരു എന്താ പറയുന്ന ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്യുന്നത് നമ്മുടെ ഈ PIP നമ്മുടെ സൺഡേ സ്കൂളുമാണ്. അപ്പൊ ഇതിനെ എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നു അത്രത്തോളം നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ഫെർദർ ലൈഫിൽ. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് പപ്പ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ചർച്ചിന് വേണ്ടി എന്ത് കാര്യം ചെയ്താലും അത് വലിയതായാലും കൊച്ചതായാലും അത് നമ്മുടെ ലൈഫിൽ ഒത്തിരി ഉപയോഗമായിരിക്കും. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്താലും സ്വർഗം അത് കണക്കിട്ട് വെക്കുന്നുണ്ട്. ബിക്കോസ് വി ആർ ഓൾവേസ് അക്കൗണ്ടഡ് ഫോർ വാട്ട് എവർ തിങ്സ് വി ആർ ഡൂയിങ് ഇൻ ദി ചർച്ച്, വെദർ ഇറ്റ് ബി എ ഗുഡ് സർവീസ്, വെദർ ഇറ്റ് ഇസ് എ സ്മോൾ സർവീസ് ഓർ സംതിങ്. ബട്ട്
എപ്പോഴും ഓർക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റിയാലും. ബിക്കോസ് ഒരിക്കലും നമ്മൾ ചർച്ചിൽ വരുമ്പോൾ നമ്മുടെ ഈഗോയോ നമ്മുടെ സ്റ്റേറ്റസോ അല്ലെങ്കിൽ നമ്മുടെ നെവർ തിങ്ക് ദാറ്റ് വി ആർ സംതിങ്, ഓൾവേസ് ബി സബ്മിസീവ്. ഓക്കെ, നമ്മുടെ കപ്പാബിലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റിയിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ചെയ്തു കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിരിക്കും. അത് ചർച്ചിന് ഉപയോഗപ്പെടും. ബിക്കോസ് ഒരിക്കലും നമ്മൾ ചർച്ച് വന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റിനാകില്ല. അതൊരു കളക്റ്റീവ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ബെനിഫിഷ്യൽ രീതിയിൽ വേണം അതാകാൻ വേണ്ടി. ഓൾവേസ് കീപ് ചർച്ച് ഇൻ ഫ്രണ്ട്, ഓൾവേസ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, റെസ്പെക്ട് യുവർ പേരൻസ്, റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്. ആൻഡ് നിങ്ങൾ ഈ ഗ്യാങ് എപ്പോഴും, ഐ മീൻ നിങ്ങളുടെ ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ചർച്ചിലുള്ള ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എപ്പോഴും നിലനിർത്തി വെക്കുക. ഐ മീൻ അറിയാമല്ലോ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെയാണ് വഴക്കുണ്ടാകുന്നതും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകുന്നതും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ബിക്കോസ് ടൈം ഈസ് വെരി ലെസ്, നമുക്കറിയത്തില്ല. ബിക്കോസ് നാളെ നമ്മൾ ഏത് സ്ഥലത്തായിരിക്കും. ബിക്കോസ് എല്ലാവരും ഇങ്ങനെ പറയുന്ന പോലെ പല സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നവരായിരിക്കാം, പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ സെപ്പറേറ്റ് ആയി പോകും. അപ്പം നമ്മൾ അവിടെ നിൽക്കുന്ന സമയം വരെ വി ഡോണ്ട് നോ ദി വാല്യൂ, വി ഡോണ്ട് ഫീൽ ദ വാല്യൂ ഓഫ് അവർ ചർച്ച്, ഓഫ് അവർ PIP, ഓഫ് അവർ സൺഡേ സ്കൂൾ, അല്ലെങ്കിൽ നമ്മുടെ എൽഡേഴ്സിൻ്റെ നമുക്ക് ആ വാല്യൂ മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മളൊന്ന് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ ഇറങ്ങി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേന് നമുക്ക് അതിന്റെ ആ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു, സത്യം പറഞ്ഞാൽ ഞാൻ ആ വേർഡ് പറയുന്നത് പെയിൻ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് എനിക്കതിപ്പം മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് ആ ഒരു ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് എനിക്ക് ഇവിടെ കിട്ടാത്തപ്പം ലൈക്ക് ഐ ആം ലാക്കിങ്. ബട്ട് സ്റ്റിൽ ആ ഒരു അപ്ബ്രിങ്ങിങ് എനിക്ക് അവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ചർച്ചിൽ അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ക്രിസ്മസിന് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലും സ്ട്രീറ്റ്സിലും ഒക്കെ ഞങ്ങൾ പോയിട്ട് ക്രിസ്മസിന്റെ ഇതായിട്ട് ഞങ്ങൾ പോയി സുവിശേഷം പറയുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തായിരുന്നു. സോ ഐ എം ടെലിംഗ് ദിസ് ലൈക്ക് ഇതെല്ലാം എനിക്ക് കിട്ടുന്നത് നമ്മുടെ PIP, നമ്മുടെ സൺഡേ സ്കൂളിലെ ആ ഒരു ഫൗണ്ടേഷൻ ആണ്, നമ്മളെ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ടീച്ചേഴ്സിന്റെ ആ ഒരു ഗൈഡൻസ് ആണ്. അപ്പം ഒന്നുകൂടെ ഞാൻ ഒത്തിരി പറഞ്ഞ് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ലൈക്ക് ഐ എം റിയലി മിസ്സിങ് യു ഓൾ പീപ്പിൾ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് I really miss you people. I love you people. I greet the best for you, the best for your future. നിങ്ങൾ പുതുവർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ന്യൂ ഇയർ may bring you all the good wishes, may bring you all the good beautiful endures for you, for your family, for your academic life, for your spiritual life. May you do good. നിങ്ങൾ എവിടെയൊക്കെ പോയാലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക, ക്രിസ്തുവിന് വേണ്ടി വർക്ക് ചെയ്യുക. ബിക്കോസ് ഇഫ് യു കീപ് ക്രൈസ്റ്റ് അബവ് യുവർ ലൈഫ്, ക്രൈസ്റ്റ് വിൽ കീപ് യു ഇൻ യുവർ ലൈഫ് മോർ പ്രയർ ദാൻ എനിവൺ എൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻഡ് ചെയ്യുന്നു. ഒന്നുകൂടെ ഐ ലവ് യു ഓൾ, എ ബിഗ് ഹഗ് ടു എവ്രി വൺ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. PIP സൺഡേ സ്കൂളിൻ്റെയും ആനിവേഴ്സറിയോടനുബന്ധിച്ച് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കഴിഞ്ഞ നാളുകളിൽ PIP സൺഡേ സ്കൂളിൻ്റെ വലിയൊരു ഭാഗമാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്രിസ്മസിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ക്രിസ്മസ് അവധി മൊത്തം ഈ ചർച്ചിൽ പോകുന്നതിനും വരുന്നതും പ്രാക്ടീസും കാര്യങ്ങളും ആ ഒരു ആഴ്ച അല്ലെങ്കിൽ ആ ക്രിസ്മസ് അവധി എങ്ങനെ പോകുന്നു എന്ന് അറിയത്തില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം പെട്ടെന്ന് തന്നെയാണ് കടന്നു പോകുന്നത്. ഓരോ പരിപാടികളാണെന്നുണ്ടെങ്കിലും എല്ലാം ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ ഓരോ പരിപാടിക്ക് കാണാതെ പഠിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാണാതെ പഠിച്ച് സ്റ്റേജിൽ കയറും. പക്ഷേ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് വലിയൊരു കൂട്ടം തന്നെയാണ് സ്റ്റേജിന് മുമ്പ് ഇരിക്കുന്നത്. അപ്പം ഒട്ടുമിക്കത് ഞാൻ പഠിച്ചത് മറന്നു പോകും. പിന്നെ എല്ലാം സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് എല്ലാം, പിന്നെ കൈനിട്ടുള്ള ഡയലോഗാണ് പിന്നെ എല്ലാം പറയുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കും അറിയാം അതൊന്നും അല്ല ഡയലോഗെന്നും അറിയാം. ഇറങ്ങി വരുമ്പോൾ ചോദിക്കും എല്ലാം മറന്നുപോയല്ലേ. പക്ഷേ കൂടെ നിൽക്കുന്ന ആളും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആൾ നിൽക്കും. പക്ഷേ ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചതും ഉള്ള കാര്യങ്ങളും എല്ലാമാണ് ഇന്നും നമ്മളിപ്പം എവിടെ പോയാലും 2 പേരും പ്രാർത്ഥിക്കാനാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും പറയാനാണെന്നുണ്ടെങ്കിലോ ഒരു പേടിയില്ലാതെ ഒരു ഭയമില്ലാതെ നമ്മൾ 4 പേരുടെ മുമ്പിൽ നിൽക്കുന്നത് അത് എനിക്ക് എൻ്റെ ചർച്ചയിൽ നിന്ന് എനിക്കത് കിട്ടിയതാണ്. തുടർന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.